അപ്പോൾ നമ്മുടെ പോർട്ട്മാൻ റോക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഹാമസ്റ്റോണിൽ തന്നെ നമ്മളെല്ലാ ട്രാവലിംഗ് ചെയ്യുന്ന സ്റ്റേഷനിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി പോർട്ട്മാൻ റോക്കിലേക്ക് പോകാൻ ട്രെയിൻ പിടിക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന പോർട്ട്മാൻ റോക്കിലേക്കുള്ള ട്രെയിൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ട്രെയിൻ വന്നോളൂ. നമ്മുടെ സ്ഥിരം പോകുന്ന ട്രെയിൻ സ്റ്റേഷനായ ഹാമസ്റ്റോണിൽ നിന്ന് നമ്മൾ മലഹാഡ് പോകുന്ന ആ ഒരു ട്രെയിനാണ് പിടിക്കേണ്ടത് കേട്ടോ. സോ ഹോത്ത് പോകുന്നതല്ല, മലഹാഡ് സെയിം ഡിഫറെൻറ്റ് റൂട്ടാണ് ആക്ച്വലി. സോ ഇപ്പോൾ ജസ്റ്റ് ട്രെയിൻ വന്നു, ട്രെയിൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം പോർട്ട്മാൻ റോക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് അതിലൂടെ തൊട്ടടുത്ത് ഒത്തിരി ദൂരമൊന്നുമില്ല, ഇവിടെ 3-4 സ്റ്റേഷൻ അപ്പുറമാണ്. പക്ഷേ ഇച്ചിരി ദൂരമുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളും അവിടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നന്നായിട്ട് കാണിച്ചു തന്നിരിക്കും. അപ്പോൾ നമ്മുടെ പോർട്ട്മാൻ റോക്കിലേക്കുള്ള നടപ്പാണ് കേട്ടോ, ബീച്ചിലേക്കുള്ള. ഇവിടെ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്ററോളം നടക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ട്രെയിൻ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് ട്രെയിൻ സ്റ്റേഷനിൽ നമുക്ക് നടന്ന് മുന്നോട്ട് പോകാമെന്നുള്ളൂ. ഒത്തിരി പാടൊന്നുമില്ല. അപ്പം ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കാം കേട്ടോ. നമ്മൾ ആദ്യം പോയ വഴി തെറ്റായിരുന്നേ. അപ്പോൾ ഞാൻ അവിടെ കണ്ട ഒരാളോട് ചോദിച്ചു, അന്നേരം ഈ വഴിക്ക് പോയിട്ട് വില്ലേജിലേക്ക് കയറണം, നമ്മുടെ ബീച്ചിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ. സോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. അപ്പോൾ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. നമ്മുടെ ബീച്ചിലേക്ക് കുറച്ചുണ്ട്, ഏകദേശം 2 കിലോമീറ്ററോളം നടന്നു വന്നാലാണ് നമുക്ക് ബീച്ചിൻ്റെ അവിടെ എത്താൻ പറ്റത്തുള്ളൂ. അപ്പം വന്ന വഴിയെല്ലാം കറക്റ്റായിരുന്നു കേട്ടോ.
അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് നമ്മുടെ പോർട്ട്മൻ റോക്ക് ബീച്ചിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ, നല്ലൊരു ലൊക്കേഷനാണ്, ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് കേട്ടോ, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, ഭയങ്കര എന്താ പറയുക റിച്ച് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓഫ്കോഴ്സ് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇതിൻ്റെ മോൾ കാഴ്ചകളിലേക്കൊക്കെ നിങ്ങളെ കൊണ്ടുപോകാം. സോ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പോർട്ട്മൻ റോക്ക് ബീച്ചിൻ്റെ ഒരു പ്രൈം ലൊക്കേഷനിലാണ്. ഇത് നല്ല അടിപൊളി ഒരു ബീച്ചാണ് കേട്ടോ, ഭയങ്കര കുറേയധികം ഏരിയാസ് ഉള്ള, അല്ലെങ്കിൽ കുറേയധികം എന്താ പറയുക ബീച്ച് ഏരിയ ആയിട്ടുള്ള കുറേ ഭാഗങ്ങളുണ്ട് ഇവിടെ. അതുപോലെ തന്നെ സ്വിമ്മിങ്ങിനൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസും കൂടെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഡയറക്റ്റ് ബസ് പിടിച്ചിട്ട് ഇങ്ങോട്ട് വരാം. മീൻസ് 102 എന്നുള്ള ബസ് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ഇറങ്ങാൻ പറ്റും. അപ്പോൾ ബീച്ചിൻ്റെ ഒരു എൻട്രൻസ് ആണ്, ഒരു മെയിൻ എൻട്രൻസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അടിപൊളി ബീച്ചാണ്. ഇവിടെയുള്ള ഇൻഫർമേഷൻസും സേഫ് ഗാർഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഇടമാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇവിടുത്തെ വലിയൊരു ഹോട്ട്സ്പോട്ട് ആയിട്ടുള്ള ഒരു ലൈറ്റ് ഹൗസിൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ പോർട്ട്മൻ റോക്ക് ബീച്ച് വരുമ്പോൾ കാണുന്ന ഏറ്റവും വലിയൊരു ലൊക്കേഷനാണ് ഈ പുറകിൽ കാണുന്ന ഈ ഒരു ചെറിയൊരു കെട്ടിടം. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു കണ്ടിട്ട് ഒരു ലൈറ്റ് ഹൗസിൻ്റെ മോഡലുള്ള ഒരു സാധനമാണെന്ന് തോന്നുന്നു. പക്ഷേ നല്ല അടിപൊളി ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകണം, എന്താണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പോകണം. അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല, ബട്ട് നോക്കാം.
എന്താ പറയുക നല്ല കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ പാറ കിടക്കുന്ന സ്ഥലമുണ്ട്. അവിടെ വന്നിരിക്കുകയാണ്. തൊട്ടടുത്തത് വെള്ളത്തിന് തൊട്ടടുത്ത് നിൽക്കുകയാണ്. സേഫാണ്, ഇവിടെ കുഴപ്പമൊന്നുമില്ല. വലിയ മരണം പോലെ അത്ര ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറൊന്നും നന്നായിട്ടുണ്ട്. റോക്ക് ബീച്ചിൽ വന്നിരിക്കുകയാണ് കേട്ടോ. സോ ബീച്ചിൻ്റെ ഇങ്ങേ അറ്റത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ഒരുപാട് പാറക്കൂട്ടവും ഒക്കെ അടിപൊളിയായിട്ട് ഉള്ളൊരു പ്ലേസാണ്. നമുക്ക് ഫോട്ടോ എടുക്കാനും അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടേതായ ഒരു ടൈം കുറച്ച് നേരം വെറുതെ ഇരുന്ന് തന്നെയൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നല്ല ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിറയെ പാറയും അടിപൊളിയൊക്കെ ആയിട്ട് നല്ല സെറ്റപ്പാണ് കേട്ടോ. ഇവിടെ പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. ഇവിടെ വന്ന് സേഫായിട്ടുള്ള ഒരു ഇടമാണ്. അല്ലാതെ എന്താ പറയുക ഒരു വെള്ളത്തിൽ പോകുന്നോ അല്ലെങ്കിൽ അങ്ങനെ പേടിക്കേണ്ട ഒരു ഇടമൊന്നുമല്ല. ഇഷ്ടംപോലെ പാറയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വെള്ളം അങ്ങനെ അടിച്ച് കയറത്തു പോകില്ല. എന്നാൽ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അടിപൊളിയാണ്. ഈ ഒരു ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്, അതൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ടൈം കിട്ടുമെന്നുണ്ടെങ്കിൽ ബീച്ചിലൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്യാം കേട്ടോ. അടിപൊളി ബീച്ചാണ്. ഗേൾഫ്രണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഗേൾഫ്രണ്ടിനെ കൂട്ടി വന്നു കഴിഞ്ഞാൽ സ്വിം ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനോ പറ്റിയ ഒരിടം തന്നെയാണ് പോർട്ട്മാൻ റോക്ക് ബീച്ച്. നമുക്ക് ബസ് കിട്ടാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ കാറില്ലാത്തവർക്കൊക്കെയാണ്. ഇപ്പോൾ എല്ലാവർക്കും കാറൊന്നുമില്ലല്ലോ. കാറില്ലാത്തവർക്കാണെങ്കിലും വരാൻ പറ്റിയ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഡാർട്ട് വഴിയിട്ടോ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ബസ് വഴിയിട്ടൊക്കെ അറ്റാച്ച് ചെയ്ത് എത്താൻ പറ്റുന്ന ഒരിടം തന്നെയാണ് പോർട്ട്മാൻ റോക്ക് ബീച്ച്. സോ വരുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും. ഒന്ന് കാണുക കേട്ടോ. ഞാൻ ഇതിൻ്റെ കുറേ കാര്യങ്ങളൂടെ കാണിച്ചു തരാം, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള. അപ്പോൾ അതേ കാണുന്ന കേട്ടോ നമ്മളിപ്പോൾ കടന്നു പോകുന്ന ആ ഒരു ലൈറ്റ് ഹൗസിൻ്റെ ആ ഒരു ഭാഗം. ഇങ്ങോട്ട് ഞാൻ കുറേ പോകുന്നു, ഒരുപാട് ഇങ്ങനെ പോകുന്നു കേട്ടോ. നല്ല രസമാണ് കാണാൻ, നല്ല ഭംഗിയാണ് കേട്ടോ. കടല രമ്പത്തൊക്കെ നമുക്ക് തൊട്ടടുത്തിരുന്ന് കാണാം. വെള്ളം കയറി വരുന്നതും കുറേ മസിൽസൊക്കെ ഉണ്ട് കേട്ടോ. അത് നല്ലൊരു ഇതാണ്. മസിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനൊക്കെ ആയിട്ട് പറ്റൂടെ. അടിപൊളിയാണ്. നടക്കാനാണെങ്കിൽ ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. ഇതിൻ്റെ അങ്ങറ്റം വരെ നമ്മുടെ ബീച്ചിൻ്റെ ഭാഗങ്ങളാണ് ആക്ച്വലി ആ ഒരു സ്ട്രെച്ച് ഫുള്ള്. അപ്പോൾ നമ്മുടെ ഇടപാട് തിരി നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നത് നടക്കാൻ മടിയുള്ള ആളാണ്. അതുകൊണ്ട് ഞാൻ ഈ മെയിൻ ഏരിയാസൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ നടന്നു പോകുന്നു. ഫോട്ടോസൊക്കെ എടുത്തു. അത്യാവശ്യം നമുക്ക് വേണ്ട ക്ലിപ്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നമ്മുടെ ഈ ഭാഗത്തുള്ള ആളുകൾക്ക് പറ്റിയ അടിപൊളി ഒരു ഫാമിലിക്ക് ആയിട്ട് വന്ന് എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ
ആയിട്ടുള്ള ബീച്ചാണ് പോർട്ട്മാൻ റോക്ക്. നമുക്ക് ആക്സസ് ഒക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ പറഞ്ഞ ലൈറ്റ് ഹൗസിൻ്റെ ഇതേ കാണുന്ന കണ്ടോ, ഏറ്റവും നല്ല വ്യൂ കിട്ടുന്ന ഒരു ഇടമാണ് കേട്ടോ. ഞാനിവിടെ ഇവിടെ ആക്സസ് ആക്ച്വലി ഓപ്പണായിട്ട് കാണിക്കുന്നില്ല, ബട്ട് ഞാനിവിടെ ഇറങ്ങിയിട്ട് ഞാൻ അതെടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെ ഇറങ്ങി കുറച്ചും കൂടെ എന്താ പറയുക, എല്ലാവരും കാണിക്കാൻ പറ്റാ പാകത്തിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. സേഫ് ആയിട്ടുള്ള ഇടമാണ്, ഇഷ്ടംപോലെ നമുക്ക് സ്പേസ് ഉണ്ട്, വാട്ടറൊന്നും കയറി വരുന്ന ഇടമല്ല. അടിപൊളിയായിട്ട് എനിക്ക് ആ ഫോട്ടോ എടുക്കാൻ പറ്റി. ഫോട്ടോയും എടുത്ത പോലെ തന്നെ വീഡിയോ എടുത്തു കേട്ടോ. നിങ്ങളെ എന്തായാലും ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടുന്ന് ഗുഡ് ബൈ പറയുവാണ്. അപ്പം